ലോകത്ത് എന്നല്ല മനുഷ്യന്മാർക്കിടയിലെ ആദ്യത്തെ കല്യാണം ആദം നബിന്റെ കല്യാണാണ് അലൈഹിസ്സലാം. ആദ്യത്തെ പുതിയാപ്പള അബുൽ ബഷർ ആദം അലൈഹിസ്സലാം. ആദ്യത്തെ പുതിയണ്ണ് ഉമ്മുനയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയാകുന്നു. ആദ്യത്തെ കല്യാണം സ്വർഗത്തിലാണ്, അവസാനത്തെ കല്യാണം സ്വർഗത്തിലാണ്. അവസാനത്തെ കല്യാണം മുത്തുനബിയുടെ തൃക്കല്യാണമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഷ്ടമുള്ളവരെ കല്യാണത്തിൽ കൂടാൻ പൂതി ഉണ്ടാവും. അങ്ങനെയാണ് കുട്ടികൾ കോളേജിലൊക്കെ പഠിക്കാൻ പോയിട്ട് ഹോസ്റ്റലിലൊക്കെ താമസിച്ചിട്ട് കോളേജിൽ നിന്ന് പിരിയുമ്പോൾ പറയും കല്യാണം ഉണ്ടാവുമ്പോൾ നേരത്തെ പറയുന്നുണ്ട് കേട്ടോ, എന്നിട്ട് തലേന്ന് രാത്രി പോകും. അങ്ങനെയാണ് ഇഷ്ടമുള്ള ആൾക്കാരെ കല്യാണത്തിന് കൂടാൻ പൂതി ഉണ്ടാവും. മുത്തുനബിനോട് ഇഷ്ടമുള്ളവർക്ക് മുത്തുനബിയുടെ കല്യാണത്തിന് കൂടാൻ പൂതി ഉണ്ടാവും. ആ പൂതി തീർക്കാനുള്ളതാണ് സ്വർഗത്തിലെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കല്യാണം. ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ, മറിയം ബീവി റളിയല്ലാഹു അൻഹയെ മുസ്തഫ നബി തങ്ങൾ കല്യാണം കഴിക്കും സ്വർഗത്തുനിന്ന്. വലിയ ആഘോഷീകരം. 4 ദിവസം മുമ്പ് തന്നെ ആഘോഷം തുടങ്ങും, കല്യാണത്തിൻ്റെ ആഘോഷം. ത്വാഹ തങ്ങളെ തൃക്കല്യാണത്തിന് തോരണങ്ങളെ തൂക്കുമ്പോൾ തന്നിന്നം പാടി താളത്തിൽ ആടും മേളത്തിൽ എങ്കളെ ചേർക്കല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ അവസാനത്തെ കല്യാണം സ്വർഗത്തിലാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുറെ കല്യാണങ്ങളുണ്ട്. ഖുർആൻ പരാമർശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കല്യാണമുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കല്യാണമാകുന്നു അത്. സൂറത്ത് യൂസുഫ്. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈനാ. നബിയെ, നിങ്ങൾക്ക് ഞാൻ മനോഹരമായ ഒരു കഥ പറഞ്ഞു തരാം. അഹ്സനുൽ ഖസസ്, ചൊറുക്കുള്ള കഥ. അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചൊറുക്കുള്ളത്, ഹസൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചൊറുക്കുള്ളത്, അഹ്സൻ നല്ലോണം ചൊറുക്കുള്ളത്. നഹ്നു നഖുസ്സു അലൈക, നബിയെ നിങ്ങൾക്ക് ഞാൻ ഒരു ഖിസ്സ പറഞ്ഞു തരാം. അഹ്സനൽ ഖസസി, ഏറ്റവും മനോഹരമായ ചൊറുക്കുള്ള ഒരു കഥ എന്ന് പറഞ്ഞിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ പറഞ്ഞു. ദീർഘമായ ഒരു ചരിത്രമാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കല്യാണത്തിൻ്റെ ചരിത്രം. സത്യത്തിൽ നമ്മളെ കല്യാണത്തിനും അങ്ങനെ ഒരു ചരിത്രമുണ്ട്, പക്ഷെ നമ്മൾ അറിയാതെ പോവുകയാണ്. 24 വയസ്സ് അല്ലെങ്കിൽ 26 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സായിട്ട് ചെറുക്കനെ കൊണ്ടൊരു പെണ്ണെട്ടിക്കണമെന്ന് വാപ്പിയമ്മയും കൂടിയും തീരുമാനിച്ചതിൻ്റെ ശേഷം പെണ്ണന്വേഷിച്ച് ഇറങ്ങുമ്പോഴാണ് പെണ്ണിട്ടണ കഥ തുടങ്ങുന്നതെന്നാണ് നമ്മളെ വിചാരം. അങ്ങനല്ല. ഖുർആൻ പറഞ്ഞത് നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങളുടെ ഇണകളെ പടച്ചു എന്നാണ്. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇണയെ പടച്ചു എന്നുള്ളത് ആദം നബി അലൈഹി ഇസ്ലാമിന് മാത്രം ബാധകല്ല, എല്ലാവർക്കും ബാധകാണ്. എല്ലാവർക്കും ബാധകാണ്. അപ്പം എത്ര പിന്നെ കാലാവധി ഉണ്ടാകുക? ആദം നബിൻ്റെയും ഹവ്വാ ബീവിൻ്റെയും ഇടയിലുള്ള വ്യത്യാസമാണ് 2 ചരിത്രവും തുടങ്ങാനുള്ള വ്യത്യാസം. കുറച്ച് കാലം ഒന്ന് കൂട്ടുക, എത്രയെന്ന് ചരിത്രത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് 2 ചരിത്രം കൂടിയും തുടങ്ങണതിൻ്റെ ഇടയിൽ കുറച്ച് കാലം കൂട്ടുക. പക്ഷേ പലപ്പോഴും വിവാഹത്തിൻ്റെ ചരിത്രം നമ്മൾ അറിയണില്ല. സയ്യിദുനാ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ജ്യേഷ്ഠന്മാര് കിണറ്റിൽ കൊണ്ടുപോയിട്ട കാരണവന്മാർക്കറിയില്ല. ഞങ്ങൾ പുതിയാപ്പിളക്കുട്ടിനെയാണ് ഈ കൊണ്ടുപോയിടുന്നത് എന്ന്. മുപ്പര് പുതിയാപ്പിള പോവാണ് മിസ്റിലെ പെണ്ണിട്ടാൻ പോവാണ് സയ്യിദുനാ യൂസുഫ് അലൈഹി ഇസ്ലാം. എന്നാൽ ചാടണ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അറിയില്ല ഞാൻ പുതിയാപ്പിള പോവുകയാണ് എന്ന്. വള്ളിമ്മക്കൂടെ കയറ്റിയ കച്ചവടക്കാർക്കറിയില്ല നാട്ടിലെ പുതിയാപ്പിളിനെയാണ് കൊണ്ടുപോണത്. മാർക്കറ്റ് കൊണ്ടുപോയി വിൽക്കാൻ വെച്ചവർക്കറിയില്ല ഞങ്ങൾ പുതിയാപ്പിളക്കുട്ടിനെയാണ് കച്ചവടത്തിന് വെച്ചത് എന്ന്. വാങ്ങിക്കൊണ്ടോണ അസീസ് രാജാവിനറിയില്ല പുതിയാപ്പിളക്കുട്ടിനെയാണ് വാങ്ങിക്കൊണ്ടോണത്. അങ്ങനെയാണ്. അതാണ് ചരിത്രം. വിവാഹത്തിൻ്റെ പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്.
നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണ്. അതൊരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തുടങ്ങണമല്ല. അതിനുവേണ്ടി ഒരുപാട് ഒരുക്കങ്ങളുണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്, ഒരുപാട് കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ പെണ്ണ് കെട്ടിയവരുണ്ടാവും, കെട്ടാത്തവരുണ്ടാവും. എല്ലാവർക്കുമുള്ള ഇണകൾ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൽ എല്ലാവരും ഇണകളായിട്ടാണ് ഉണ്ടാവുക എന്ന് സൂറത്തു യാസീൻ സൂറത്തിലുണ്ട്. സൂറത്ത് യാസീൻ ഏതാണ്? ഖൽബുൽ ഖുർആനാണ്. ലികുല്ലി ഷൈഇൻ ഖൽബുൻ വ ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ ഹബീബുനാ റസൂലുള്ളാഹി. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. ഖുർആനിന്റെ ഹൃദയം യാസീൻ സൂറത്താകുന്നു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിലാണ് പറഞ്ഞത് എല്ലാവരും സ്വർഗത്തിൽ പുതിയാപ്പിളിയും പുതിയണ്ണും ആയിട്ടേക്കാരം. എവിടെ പറഞ്ഞു? ഹും വ അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഹും അവരും വ അസ്വാജും അവരുടെ ഇണകളും, ഭാര്യയും ഭർത്താവും, ഫീ ളിലാലിൻ മരത്തിന്റെ താഴ്ഭാഗത്ത്, അലൽ അറായിക്കി അരീക്കത്ത് എന്ന കട്ടിലിന്മേൽ, മുത്തഖിഊന ചാരിയിരിക്കുന്നവരായിരിക്കും, ലഹും അവർക്കുണ്ടായിരിക്കും, ഫീഹ അതിൽ ഫാക്കിഹത്തുൻ പഴങ്ങൾ, വലഹും മാ യദ്ദഊൻ അവർ ആവശ്യപ്പെടുന്ന എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കും. ഹും അവരും, വ അസ്വാജും അവരുടെ ഇണകളും. ഏത് ഇണ? ദുന്യാവത്തെ അതേ ഇണ, ദുന്യാവത്തെ അതേ ഇണ തന്നെയാണ്. ഇവിടുത്തെ അതേ ഭർത്താവാണ്, ഇവിടുത്തെ അതേ ഭാര്യയാണ് സ്വർഗത്തിലുണ്ടാകുക. പക്ഷെ ബേജാറാകാനൊന്നുമില്ല, പല്ല് ചെരിഞ്ഞതൊക്കെ നേരാക്കി തരും, ഒറ്റ തട്ട് അത് നേരാവും. സ്വർഗത്തിലാരും കറുത്തവരില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും എന്നും ഒരേ പ്രായമായിരിക്കും. ഇന്നലെ ഇന്നും നാളെയൊക്കെ ഒരേ വയസ്സാണ്. അടുത്ത കൊല്ലം അതേ വയസ്സ് തന്നെ, പിറ്റത്തെ കൊല്ലം അതേ വയസ്സാണ്. ഏറൂല, കുറയില്ല. ചൊറുക്ക് കൂടും, ഒരിക്കലും ചൊറുക്ക് കുറയില്ല. സ്വർഗത്തിൽ കൂടുന്ന ഭംഗിയാണ്, ദുനിയാവിൽ കുറയുന്ന ഭംഗിയാണ്. 19 വയസ്സായ 18 വയസ്സായ 20 വയസ്സായ ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചു കൊടുത്താൽ 30 വയസ്സിൽ അത്ര തന്നെ ചൊറുക്കുണ്ടാവില്ല, 40 അത്ര തന്നെ ഉണ്ടാവില്ല, 50 അത്ര തന്നെ ഉണ്ടാവില്ല, 60 അത്ര തന്നെ ഉണ്ടാവില്ല, 70 തീരെ ഉണ്ടാവില്ല. സ്വർഗത്തിൽ അങ്ങനെയല്ല, കൊല്ലം കൂടുന്നിടത്തോളം ചൊറുക്കാണ് കൂടും. അങ്ങനെയാണ്, കൂടുന്ന ഭംഗിയാണ് സ്വർഗത്തിൽ, ഇവിടെ കുറയുന്ന ഭംഗിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയെ പടച്ച് അതിൽ നിന്നും നേരെ പകുതി യൂസുഫ് നബി അലൈഹിസ്സലാമിന് കൊടുത്തു എന്ന് താരീഖിലുണ്ട്. അല്ലാഹു തആല ഭംഗി പടച്ചിട്ട് നേരെ പകുതി യൂസുഫ് നബി കൊടുത്തു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച ഭംഗി മുഴുവനും മുഹമ്മദ് നബിക്ക് കൊടുത്തു എന്ന് വേറെ താരീഖിലുണ്ട്. കണക്ക് തെറ്റുമല്ലോ. പകുതി യൂസുഫ് നബിക്ക് കൊടുത്തു, ഇനി ബാക്കി പകുതി ഉണ്ടാവുള്ളൂ. എന്നാൽ മുഹമ്മദ് നബിക്ക് ഭംഗി മുഴുവൻ കൊടുത്തു എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പൊ കണക്ക് തെറ്റുമല്ലോ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് പകുതി കൊടുത്തു, ബാക്കി പകുതി ഉള്ളതെന്ന് കുറച്ചൊക്കെ ഞമ്മക്കും കിട്ടി. അതുകൊണ്ടുള്ള പെണ്ണുങ്ങളെ നമ്മളൊപ്പം നിൽക്കണേ, അല്ലെങ്കിൽ ഒരു പോയിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ കഴിച്ച് ബാക്കി ഉണ്ടാവുള്ളൂ, മുഴുവൻ ഉണ്ടാവില്ല. പിന്നെ എങ്ങനെ മുഴുവൻ കൊടുത്ത്? അതാണ് പഠിക്കേണ്ടത്. രണ്ടും ഒരേ ഭംഗിയല്ല. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയിട്ടുള്ളത് ഹസനത്ത് എന്ന ഭംഗിയാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ജമാലിയത്ത് എന്ന ഭംഗിയാണ്. ഹസനത്ത് എന്ന ഭംഗി ആസ്വദിക്കുന്നതിനനുസരിച്ച് കുറയും, ജമാലിയത്ത് എന്ന ഭംഗി ആസ്വദിക്കുന്നതിനനുസരിച്ച് കൂടുന്നതാണ്. ദുനിയാവിലെ എല്ലാ സാധനങ്ങൾക്കും ഹസനത്ത് എന്ന ഭംഗിയാണുള്ളത്. ഈ മൊബൈൽ കിട്ടിയപ്പോൾ നല്ല ചൊറുക്കുണ്ടായിരുന്നു, ഇപ്പം അത്ര തന്നെ ചൊറുക്കില്ല. എന്തേ? ആസ്വദിക്കുമ്പോൾ കുറയും, ഹസനത്താണ്.
ജമാലിയത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ആസ്വദിക്കുമ്പോൾ കൂടും. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇന്ന് കണ്ട ഒരാള് നാളെ കാണുമ്പോൾ ഭംഗി പിന്നെയും കൂടിയിട്ടുണ്ടാവും. ഒരു മാസം കഴിഞ്ഞ് കാണുമ്പോൾ ഭംഗി പിന്നെയും കൂടിയിട്ടുണ്ടാവും. നമ്മളെ തുടക്കത്ത് കണ്ട ആള് വയല് കഴിയണത് വരെ നോക്കിയിരുന്നാല് പല്ല് ഒന്ന് ചെരിഞ്ഞിട്ടാണ് എന്ന് മനസ്സിലാവും. നോക്കണതിനനുസരിച്ച് ഭംഗി കുറയും, നോക്കണതിനനുസരിച്ച് ഭംഗി കുറയും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കുന്നതിനനുസരിച്ച് ഭംഗി കൂടുമായിരുന്നു. അതിനാണ് ജമാലിയത്ത് എന്ന് പറയുന്നത്. അതാണ് സ്വർഗത്തിൽ എല്ലാവർക്കും നൽകപ്പെടുന്നത്. സ്വർഗത്തിലൊരു ചന്തണ്ട്, സൂഖുൽ ജുമുഅ എന്നാണ് അതിന് പേര്. വെള്ളിയാഴ്ച മാത്രമുള്ള ഒരു ചന്ത സ്വർഗത്തില്. സ്വർഗത്തിലെ സൂഖുൽ ജുമുഅയ്ക്ക് രണ്ട് പ്രത്യേകതയുണ്ട്. ഒന്നും വിൽക്കാനില്ല, ഒന്നും വാങ്ങാനില്ല. അതാണ് ഒരു പ്രത്യേകത. ചന്തയാണ് സംഗതി, പക്ഷേ കച്ചവടത്തിനൊരു സാധനവും ഇല്ല, വിൽക്കാനും ഒന്നുമില്ല, വാങ്ങാനും ഒന്നുമില്ല. രണ്ടാമത് അതിനൊരു പ്രത്യേകതയുണ്ട്, സ്ത്രീകളാരും വരാറില്ല, പെണ്ണുങ്ങളാരും വരലില്ല. അപ്പൊ റമദാനിലെ അവസാനത്തെ 10 ചന്തയ്ക്ക് പോയ മാതിരി അല്ല, പെണ്ണുങ്ങളാരും ഉണ്ടാവില്ല. പിന്നെന്താ ഉണ്ടാവുക? ഉണ്ടാവൽ എന്താ വെച്ചാൽ ആണുങ്ങൾ ഇങ്ങനെ പോകും സൂഖുൽ ജുമയിലേക്ക്. അങ്ങനെ പഴയ കാലത്ത് പരിചയമുള്ള സ്കൂളിൽ പോയിരുന്ന സമയത്ത് കണ്ടിരുന്ന, കോളേജിൽ പോയിരുന്ന സമയത്തൊക്കെ കണ്ടിരുന്ന ആൾക്കാരങ്ങനെ കാണും. സത്താറിനെയും ഗഫൂറിനെയും ആമിറിനെയും ഉമേറിനെയും ഗഫൂറിനെയും ഒക്കെ കാണും. കാണുമ്പോൾ അവരോട് ചോദിക്കും, അല്ലാതെ അനക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിക്കും. സാധാരണ ഒരാൾക്ക് 40 വീടുകൾ ചേർന്ന ഒരു വീടാണ് ഉണ്ടാവുക. അതിൻ്റെ നടുവിലൊരു മരം ഉണ്ടാവുക, ആ മരത്തുമേണ് വസ്ത്രങ്ങൾ ഉണ്ടാവുക, അതിൻ്റെ അടിയിലാണ് ആഭരണങ്ങൾ ഉണ്ടാവുക. അനക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിക്കും. അപ്പോൾ ഗഫൂർ പറയും, എനിക്ക് 40 വീട് ചേർന്നൊരു വീടുണ്ട്, അതിൻ്റെ നടുക്ക 2 മരമുണ്ട്, തുണിങ്കുപ്പായും കായ്ച്ചനേന്ന് പറഞ്ഞാൽ മതി. അത് കേട്ട് ഇപ്പം പെരേക്ക് എത്തുമ്പോഴതിന് ഓൻ്റെ പെരൻ്റെ നടുക്ക് 2 മരം ഉണ്ടാവും. ഇതിനാണ് ചന്തയ്ക്ക് പോണേ. എനിക്ക് കിട്ടാത്തത് ആർക്കേലും കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാൻ പോണ സ്ഥലമാണ് ചന്ത. അതാണ് സൂഖുൽ ജുമുഅ. അതിനാണ് പോണേ, അതിനാണ് ആണുങ്ങൾ പോണേ. അങ്ങനെ ജുമയ്ക്ക് പോയി, ചന്തക്ക് പോയി. ജുമുഅ പിരിയാൻ നേരത്ത്, ചന്ത പിരിയാൻ നേരത്ത് ഒരു പൊടിക്കാറ്റുണ്ടാവും. അതിനൊരു പൊടിക്കാറ്റ്, കണ്ണുകൂടി മൂക്കുകൂടിയൊക്കെ കയറിയിട്ട് ഒരു പൊടിക്കാറ്റ്. പൊടിക്കാറ്റടിച്ചാൽ ചന്ത പിരിഞ്ഞു. അങ്ങനെയാണ്, അതുവരെയാണ് ചന്ത ഉള്ളത്. വെടിക്കെട്ട്, ഒരു പൊടിക്കാറ്റ്. ചന്ത പിരിഞ്ഞ് പൊടിക്ക് മേത്ത് കൂടെ ഒക്കെ പറ്റിങ്ങാണ്ട് അങ്ങനെ വരും പെരേക്ക്. അല്പം 40 വീട് ചേർന്ന ഒറ്റ വീട്ടിൽ സഹധർമ്മിണി ഉണ്ടാവും. ആര്? ഇവിടുത്തെ അതേ കുഞ്ഞാമീന തന്നെ, ആള് തന്നെയാണ് അവിടെ ഉണ്ടാവും. വാതിലുമ മുട്ടും. അതിൽ 34 ഇങ്ങനെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കും, മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും. അല്ല മനുഷ്യ, നിങ്ങൾ തന്നെ അല്ലേ ഇപ്പം ഈ വന്നത്, പോയപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന്. ചൊറുക്ക് മാറിയിട്ട് ആള് വന്നത്, ആഴ്ചക്കാഴ്ചക്ക് മാറ്റിത്തരുന്ന ചൊറുക്ക്. അതാ സ്വർഗത്തിൽ. അപ്പോഴാണ് മൂപ്പരും ഔത്തേക്ക് നോക്കണത്, മറിയമോ ഇജന്നെ അല്ല അത്, ഞാൻ പോയപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന്. മൂപ്പര് ചന്തക്ക് പോയി വന്നപ്പോത്തിന് 34 ചൊറുക്കും മാറിയിട്ടുണ്ട് എന്നതാണ് സ്വർഗത്തിലെ പ്രത്യേകത. അല്ലെങ്കിലോ മാറ്റിത്തരുന്ന ഭംഗിയാണ്. അതോടൊപ്പം ആഴ്ചക്ക് മൊത്തത്തിൽ മാറ്റുക. ഇങ്ങനെ ആരാള്? ഇവിടുത്തെ അതേ ഭാര്യയും ഇവിടുത്തെ അതേ ഭർത്താവും. അപ്പോൾ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ഒരു പെണ്ണിനെ 2 പുരുഷന്മാര് കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കുക. ഒരു പെണ്ണിനെ ആദ്യം ഒരാൾ കല്യാണം കഴിച്ചു, അയാൾ മരണപ്പെട്ടു, എന്നിട്ട് രണ്ടാമതൊരാൾ കല്യാണം കഴിച്ചു. എന്നാൽ സ്വർഗത്തിൽ ഏതാളായിരിക്കും ഈ പെണ്ണിന്റെ ഭർത്താവായി വരിക നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം? മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മു സലമ, സ്വഭാവത്താൽ ഏറ്റവും നന്നായി നിന്നോട് പെരുമാറിയത് ആരാണോ അയാളെ നീ അവിടെ വെച്ച് തെരഞ്ഞെടുക്കുന്നതാണ് ഉമ്മു സലമ. റേഞ്ച് കിട്ടുന്നുണ്ടോന്നറിയില്ല.
ദുന്യാവിൽ ആണുങ്ങൾ പെണ്ണിനെ തെരഞ്ഞെടുക്കലാണ്, സ്വർഗത്തിൽ നേരെ ഓപ്പോസിറ്റാണ്. അള്ളാൻ്റെ പണി എന്തൊക്കെയെന്ന് മുഴുവനായിട്ടും മനസ്സിലാകണമെങ്കിൽ ആഖിറം കൂടിയും വരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചെയ്യണ പണികൾ എന്താണെന്ന് മുഴുവനായും മനസ്സിലാവണമെങ്കിൽ ദുന്യാവോട്ട് മാത്രം മനസ്സിലാവില്ല, ആഖിറം കൂടി വന്നാലേ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നും, പടച്ചോനെ 5 വക്തും സുബഹി നിസ്കരിച്ചിട്ട് എൻ്റെ പെരപ്പണി തീരുന്നില്ല, അപ്പുറത്തെ മറ്റേ ഗോപാലനതാ അല്ലെങ്കിൽ മറ്റേ ചങ്ങായി ഇബ്രാഹിം അതാ, ഓനെ പടിഞ്ഞാട്ട് ഉന്തിയാലും കേക്കോട്ടേ വീഴുള്ളൂ, തട്ടുമല തട്ടുമായിട്ട് മേലേക്ക് ഇന്നോവ ഉള്ളതിൻ്റെ ഒപ്പം വേറെ കാറും കൂടി വാങ്ങിക്കുക. ഞാനാണെങ്കിൽ 5 വക്തിനും പള്ളിക്ക പോകുന്നുണ്ട്, സുബഹിക്കരിച്ച് ദ്വാരക്കുണ്ട്, എൻ്റെ തീരുന്നില്ല. എന്തേ എന്ന് തിരിയണമെങ്കിൽ ദുന്യാവുകൊണ്ട് മാത്രം തിരിയില്ല. അള്ളാഹുവിൻ്റെ അതിൽ, അവൻ്റെ നീതി എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്നതിനാണ് മഹ്ശർ സംവിധാനിച്ചിട്ടുള്ളത്. അവിടുന്ന് തിരിയും എന്തിനായിരുന്നു? എല്ലാവർക്കും തിരിയും, എല്ലാവർക്കും തിരിയും. എല്ലാത്തിനും 2 സൈഡുണ്ട്, 2 ഉപയോഗിക്കും. ദുനിയാവിൽ വെച്ച് പുരുഷൻ സ്ത്രീയെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ വെച്ച് സ്ത്രീ പുരുഷനെ തിരഞ്ഞെടുക്കുകയാണ്. പുതിയാപ്പിളാരെ, അതുകൊണ്ട് നല്ലവർക്ക് പെരുമാറിക്കോളി, എന്നാൽ മൂപ്പത്തിയാരൊപ്പം തന്നെ കഴിഞ്ഞൂടാ, അല്ലെങ്കിൽ മൂപ്പത്തിയാർ പറ്റിയ ആളെ വേറെ നോക്കും. സ്വഭാവത്താൽ ഏറ്റവും നന്നായി പെരുമാറിയ ആളെ നീ അവിടെ വെച്ച് തെരഞ്ഞെടുക്കുകയായിരിക്കും എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഇവിടുത്തെ അതേ ഭാര്യയാണ് സ്വർഗത്തിലുള്ളത്, ഇവിടുത്തെ അതേ ഭർത്താവും തന്നെയാണ് സ്വർഗത്തിലുള്ളത്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, ആണുങ്ങൾക്ക് എന്തിനാ ഞങ്ങളൊന്നും വേണ്ടിയല്ല, ഓൽക്ക് ഹൂറുല്യങ്ങൾ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു. ഓൽക്ക് ഞങ്ങളൊന്നും വേണ്ടിയല്ല. ഈ ഹൂറുല്യങ്ങൾ എന്ന് പറഞ്ഞ് കേൾക്കണതന്നെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ദേഷ്യമാണ്. ഹൂറുല്യങ്ങൾ എന്ന് കേൾക്കണത് തന്നെ പെണ്ണുങ്ങൾക്ക് വലിയ ദേഷ്യമാണ്. എന്താ കാരണം? വിഷയം മനസ്സിലാകായിട്ടാണ്, സംഗതി എന്താണെന്ന് മനസ്സിലാകായിട്ടാണ്. ഹൂറുല്യങ്ങൾ നല്ല ചൊറുക്കുണ്ട് എന്നുള്ളത് ശരിയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ സ്വർഗം കാണാൻ വേണ്ടി പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം പണിയെടുത്തു. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് പോയി നോക്കിയായിരുന്നു, ഞാൻ സ്വർഗം ഉണ്ടാക്കിയിട്ടുണ്ട് പറഞ്ഞു, ഒന്ന് പോയി നോക്കിയായിരുന്നു. അങ്ങനെ ഉണ്ടാവില്ല, കുടിയിരിക്കലിൻ്റെ മുമ്പ് വളരെ പ്രധാനപ്പെട്ട ആൾക്കാരോടൊക്കെ ഒന്ന് വന്നു നോക്കാൻ പറയില്ലേ, ഇനി എന്തെങ്കിലും വല്ല കുറവുണ്ടോയെന്നൊന്ന് നോക്കി. അങ്ങനെ സ്വർഗം പണി കഴിഞ്ഞതിന് ശേഷം സയ്യിദുനാ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് പോയി നോക്കാൻ പറഞ്ഞു. ജിബ്രീൽ അലൈഹി ഇസ്ലാം ചെന്നിട്ട് ഇങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അങ്ങനെ നടക്കണതിൻ്റെ ഇടയിൽ ഒരു ലൈറ്റ് കണ്ടു, ഒരു ലൈറ്റ്. ഉടനെ സയ്യിദുനാ ജിബ്രീൽ അലൈഹി ഇസ്ലാം ബോധരഹിതനായി വീണു. ആ പ്രകാശം കണ്ടേക്കിന് കുറച്ച് കഴിഞ്ഞപ്പോൾ ബോധം തെളിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടീൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ചിരിച്ചണു. അതിൽ ചോദിച്ചു, ഇത് ആരാന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഞാൻ ഹൂറുല്യങ്ങളിൽ പെട്ടൊരു പെണ്ണാണ് പറഞ്ഞു. ഇവിടെ സ്വർഗത്തേക്കുള്ളതാന്ന് ചോദിച്ചു. ആ, ഞാൻ സ്വർഗത്തേക്കുള്ളതാണ് പറഞ്ഞു. അപ്പം ഞാൻ ഒരു ലൈറ്റ് കണ്ടില്ല, അതെന്തായിരുന്നു എന്ന് ചോദിച്ചു. അത് ഞാൻ ഒന്ന് ചിരിച്ചതായിരുന്നു പറഞ്ഞു. മനസ്സിലായോ? അതാണ് ഹൂറുല്യങ്ങൾ. എന്നാൽ ദുനിയാവിൽ നിന്ന് വരുന്ന സ്ത്രീകളുടെ സൗന്ദര്യം കണ്ട് ഹൂറുല്യങ്ങൾ അന്തം വിട്ട് നോക്കി നിൽക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവെന്ന് വരുന്ന പെണ്ണിൻ്റെ ചൊറുക്കിനെ അപേക്ഷിച്ച് ഹൂറുല്യങ്ങൾ ഒന്നുമല്ല. അതാണ് സംഗതി. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ ഹൂറുല്യങ്ങൾ എന്ന് പറഞ്ഞത് ആണുങ്ങൾക്കുള്ളതാ പെണ്ണുങ്ങൾക്കുള്ളതാന്ന് ചോദിച്ചു നാളെ ഞാൻ. അതിൽ പെണ്ണുങ്ങൾ വേഗം വിളിച്ചു പറഞ്ഞു അത് ആണുങ്ങൾക്കുള്ളതാണ് പറഞ്ഞു. അപ്പോൾ ഖുർആനിൽ വിൽദാൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആണുങ്ങളുണ്ടാവും സ്വർഗത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബരീഖ വകഅസിൻ മിൻ മഈൻ. സ്വർഗത്തിലേക്ക് മാത്രമായി പടക്കപ്പെട്ട പുരുഷന്മാർ, വിൽദാൻ, നല്ല ചെറുപ്പക്കാർ, കുട്ടികൾ. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. ഖിദ്മത്തിനായി കാണാം അതിൽ ചില കുട്ടികൾ, കാഴ്ചക്ക് കൗതുകമേറും സുന്ദരമുത്തുകൾ.
അപ്പോൾ സ്വർഗത്തിൽ കുറേ ആണുങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതാർക്കാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതെല്ലാവർക്കും ഉള്ളതാണ് കാരണം. ആണുങ്ങൾ ആർക്കുള്ളതെന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഉള്ളതാണ്. സ്വർഗത്തിൽ കുറച്ച് പെണ്ണുങ്ങളുണ്ട്, അതാർക്കുള്ളതെന്ന് ചോദിച്ചപ്പോൾ ആണുങ്ങൾക്കുള്ളതാണ്. അധികം ആൾക്കാരും മനസ്സിലങ്ങനെ ഉണ്ടാകുക. സംഗതി അങ്ങനെയല്ല. പെണ്ണുങ്ങളും എല്ലാവർക്കും ഉള്ളതാണ്, ആണുങ്ങളും എല്ലാവർക്കും ഉള്ളതാണ്. ഒന്നൊരു കൂട്ടർക്ക് മാത്രമുള്ള ഒന്നല്ല, വെറുതെ തോന്നിയതാണത്. ഹൂറുല്ലിസാനടുത്തെപ്പോഴും ഇരിപ്പുണ്ട്, താരാട്ടുപാടാൻ തോഴികൾ വരവുണ്ട്, കൈമുട്ടുവാൻ ചില ദാസികൾ അടുത്തുണ്ട്, കടക്കണ്ണു കൊണ്ടൊരു നോട്ടവും ചിരിയുണ്ട്. താഴ്വസ്താദ് അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഹൂറുൽ ഇസാൻ അടുത്തെപ്പോഴും ഇരിപ്പുണ്ട്, താരാട്ടു പാടാൻ തോഴികൾ വരവുണ്ട്. തോഴി ആർക്കുള്ളതാ? രാജാവിനെ രാജ്ഞിക്ക? തോഴി രാജാവിനെ രാജ്ഞിക്ക? കഥപുസ്തകം വായിക്കണവർക്കറിയാം തോഴി രാജാവിനല്ല രാജ്ഞിക്കാകുന്നു. അപ്പോൾ ഹൂറുലിങ്ങൾ രണ്ടു കൂട്ടർക്കുള്ളതാണ്, വിൽദാൻ എന്ന ആണുങ്ങൾ അതും രണ്ടു കൂട്ടർക്കുള്ള തന്നെയാണ്. അതിലൊന്നും ബേജാറാണ്ട. ഞോ അതിനേക്കാൾ ചൊർക്ക് ഇവിടുന്ന് പോകുന്ന ആണുങ്ങളും ഇവിടുന്ന് പോണ പെണ്ണുങ്ങളും തന്നെയാണ്. ഏതാണ് ഏത് പെണ്ണ്? ഇവിടുന്നുള്ളതേ. സത്യത്തിൽ കല്യാണം എന്തിനാ? സത്യത്തിൽ ഈ കല്യാണം എന്തിനാ? സ്വർഗത്ത് ചെന്നിട്ട് പെണ്ണ് എറിഞ്ഞ് നടക്കാതിരിക്കാൻ. അവിടെ ചെന്നിട്ട് ഇങ്ങനെ പെണ്ണ് എറിഞ്ഞ് നടക്കാറിന് അപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പം അതുകൊണ്ട് ഇവിടുന്ന് തന്നെ കണ്ടിച്ച് പോവുക. അതിനാണ് യഥാർത്ഥത്തിൽ വിവാഹം എന്ന് പറയുന്നത്. വിവാഹം ഒരു സ്വർഗീയമായ അമലാണ്. കല്യാണം എന്നതൊരു സ്വർഗീയമായ അമലാണ്. ആദം വല്ലിപ്പ സ്വർഗത്തുനിന്ന് തുടങ്ങിയതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൽ അവസാനിപ്പിക്കുന്നതുമായ പുണ്യമാക്കപ്പെട്ട ഒരു ഇബാദത്താകുന്നു വിവാഹം. വിവാഹം ഒന്നേ സുന്നത്തുള്ളൂ കേട്ടോ, മൂന്നെണ്ണം കൂടി ഹലാലേ ഉള്ളൂ. ആൾക്കാരിങ്ങനെ പറഞ്ഞ് ചിലപ്പോൾ എങ്ങനെ തോന്നൽ തുടങ്ങിയിട്ടുണ്ട്, 4 സുന്നത്തുണ്ട് എന്നൊക്കെ തോന്നലുണ്ട്. അങ്ങനെയില്ല. താഴവൻ്റെ പാട്ടിൽ തന്നെ ഉണ്ട്. സുന്നത്ത് എത്ര തന്നെ ഉള്ളൂ? സുന്നത്ത് 1, ബാക്കി 3 ഹലാലാവുന്നേ ഉള്ളൂ, ജായിസാകും, അത്രയേ ഉള്ളൂ. സുന്നത്ത് 1, 4 എന്നാ പിന്നെ എന്തിനെ ആയത്ത് തുടങ്ങുമ്പോൾ തന്നെ 2 പറഞ്ഞു എന്നാണ്. മസ്നാവ സുലാസവ റുബ എന്നുള്ള തുടങ്ങിയത്. നിങ്ങൾ 2, 3, 4 കെട്ടിക്കോളി എന്നല്ലേ പറഞ്ഞത്. സുന്നത്ത് 1 നാ 1 പറയേണ്ടത്? അതാ ചോദ്യം. എന്താ കാരണം? ഈ ആയത്തിറങ്ങിയത് യത്തീം കുട്ടിയുടെ കാര്യത്തിലാണ്, സാധാരണ ഒരാളുടെ കാര്യത്തിൽ ഇറങ്ങിയതല്ല ആയത്ത്. ആ ആയത്തിറങ്ങിയതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. അതെന്താ നിങ്ങൾ? ആ ആയത്തിറങ്ങണത് ജാഹിലിയ കാലഘട്ടത്തിൽ, അതായത് ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് യത്തീം കുട്ടികൾ കൂടുതലും യത്തീംഖാന കുറവായിരുന്നു. ഇന്ന് നേരെ ഓപ്പോസിറ്റാണ്. യത്തീംഖാന കൂടുതലും യത്തീം കുട്ടികൾ കുറവാണല്ലോ. അന്ന് യത്തീം കുട്ടികൾ കൂടുതലാണ്, യത്തീംഖാന വളരെ കുറവാണ്. എന്താ യത്തീം കുട്ടികൾ കൂടാൻ കാരണം? കുടുംബ കലഹം, ഗോത്രങ്ങൾ തമ്മിൽ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധം, നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി. കൂട്ടുകുടുംബങ്ങളാണ് അക്കാലത്തുള്ളത്. വലിയ വലിയ തറവാട്ടർ ഒന്നിച്ചാ താമസിക്കുക. ഷേബ് ബനി ത്വാലിബ് എന്നൊക്കെ പറയും പോലെ വല്യാപ്പാൻ്റെ മക്കളും പേരക്കുട്ടികളും കൂടി ഒരുമിച്ച് താമസിക്കും. അതിന് ഷേബ് എന്ന് പറയും. ഇന്നും ആ പേരുണ്ടെന്ന് ഷീബ് എന്ന് പറയും. അറബികൾ താമസിക്കുന്ന സ്ഥലത്തിന് ഷീബ് എന്നാണ് പറയാം. മുമ്പ് അതന്നെയാണ്. അന്ന് നന്നാക്കി പറഞ്ഞിരുന്നു, ഒന്ന് കേടെടുത്തി പറയേണ്ടതെന്നേ ഉള്ളൂ. അങ്ങനെ ഷീബുകൾ തമ്മിൽ, ഗോത്രങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധം ഉണ്ടാവും. യുദ്ധം തുടങ്ങിയാൽ പരമാവധി ആൾക്കാർ മരിച്ചിട്ടാണ് യുദ്ധം നിർത്തുക. അങ്ങനെ മരിക്കുമ്പോൾ യത്തീം കുട്ടികൾ കൂടുതലുണ്ടാവും. യത്തീംഖാനില്ലാത്തതുകൊണ്ട് ആരെങ്കിലും കഴിവുള്ള ആൾക്കാർ നോക്കാൻ കൊണ്ടുപോകും. യത്തീം കുട്ടീനെ പെരെ കൊണ്ടുപോകും. യത്തീം കുട്ടികളെ നോക്കിയാൽ മഹർ പോലും കൊടുക്കാതെ കല്യാണം കഴിക്കുന്ന പതിവ് അന്നുണ്ടായിരുന്നു. ഒന്നും കൊടുക്കൂല. വിവാഹപ്രായം എത്തിയാലും ഓൻ സ്വന്താക്കും നോക്കിയാള്. അത് പറ്റൂല. അല്ലാത്തത് 2 കെട്ടിയാലും വേണ്ടില്ല എന്നാണ് ഈ ആയത്ത്.
യത്തീംകുട്ടിനെ ഈ മാതിരി ചെയ്യണ പരിപാടി ശരിയാവില്ല. അല്ലാത്ത സ്വതന്ത്ര സ്ത്രീയങ്ങൾ 2 എണ്ണം കെട്ടിക്കോളി, 3 എണ്ണം കെട്ടിക്കോളി, 4 എണ്ണം കെട്ടിക്കോളി, എന്നാലും യത്തീംകുട്ടിനെ ഈ പരിപാടി ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ഈ ആയത്ത്. ഈ ആയത്തിന്റെ പശ്ചാത്തലം യത്തീമിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ സുന്നത്ത് എത്ര തന്നെയാണ്? 1 തന്നെയാണ്. 2, 3, 4 ജായിസാക്കും എന്ന് മാത്രം. 4 വരെ ജായിസാവും, ഓടുന്നിട്ട് ജായിസാകൂല്ല. അപ്പം അങ്ങനെ വിചാരിക്കരുത്. എല്ലാ അമ്പിയാക്കളും ചെയ്തിട്ടുള്ള പുണ്യമാക്കപ്പെട്ട സുന്നത്തായ അമലാകുന്നു വിവാഹം. കല്യാണത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും പടച്ചോൻ കൂലി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും കൂലി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കല്യാണം കഴിച്ചാൽ തവ്വജല്ലാഹു ലഹു താജൽ മലിക്കി ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തസവ്വജ ലില്ലാഹി തവ്വജല്ലാഹു ലഹു താജൽ മലിക്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ കല്യാണം കഴിച്ചാൽ അവന് നാളെ സ്വർഗത്തിൽ അള്ളാഹു രാജാവിൻ്റെ കിരീടം നൽകുന്നതാണ്. കിരീടം കൊടുത്തിട്ട് രാജാവാക്കുവാനെ. കല്യാണം കഴിച്ചവരൊക്കെ രാജാക്കന്മാരേക്കാരം. അങ്ങനെ ഇനിയുണ്ട് ധാരാളം ഹദീസുകളിൽ വിവാഹത്തിന്റെ കൂലി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഹദീസുകളിൽ ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കല്യാണം കഴിക്കുകയും അതിൽ അവനൊരു കുട്ടി ഉണ്ടാവുകയും ചെയ്താൽ ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിന്റെ എണ്ണം കണ്ടും മാതാപിതാക്കളുടെ ഏടുകളിൽ അള്ളാഹു നന്മയെ എഴുതി വെക്കുന്നതാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരാൾ കല്യാണം കഴിച്ച് അതിലൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിൻ്റെ ഓരോ ശ്വാസത്തിനനുസരിച്ചും ഉമ്മാൻ്റെ വാപ്പാൻ്റെ ഏടിലെ ഹസനാത്ത് എഴുതും. കുട്ടി എന്ന് പറഞ്ഞാൽ ഏതുവരെ? കുട്ടി എന്ന് പറഞ്ഞാൽ വാപ്പാനെയും ഉമ്മാനെയും സംബന്ധിച്ച് കുട്ടി കുട്ടിയാകുന്നത് പ്രായം തികണത് വരെ അല്ല, മരിക്കണത് വരെയാണ്. പ്രായം തികണത് വരെ അല്ല, മരിക്കണത് വരെയാണ്. അപ്പം മരിക്കുന്നത് വരേക്കും ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിനും വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഏടിൽ ഹസനാത്ത് എഴുതും. ഒരു പെണ്ണ് ഗർഭിണിയാവുകയും പ്രസവിക്കുകയും ചെയ്താൽ ആ പെണ്ണിന് 100 ഷഹീദിന്റെ കൂലി ഉണ്ടായിരിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായാൽ 100 ഷഹീദിന്റെ കൂലി. ഷഹീദ് എന്ന് പറഞ്ഞാൽ പാരാ? അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് കൊല ചെയ്യപ്പെട്ട ആൾക്കാണ് ഷഹീദ് എന്ന് പറയാം. ശുഹദാക്കന്മാരെ പറ്റി പറയുമ്പോൾ ആദ്യം ഓർമ്മ വരിക ഹംസ റളിയല്ലാഹു അൻഹുവിനെ. സയ്യിദു ശുഹദാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു. വബിഹംസത്തുൽ ഖറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദി ശുഹദാഇ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ അധികം പിന്തുണ നൽകിയ ആളായിരുന്നു ബഹുമാനപ്പെട്ട ഹംസ നബി തങ്ങളുടെ ആളാപ്പൻ സയ്യിദുന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു. ഹംസ റളിയല്ലാഹു അൻഹു ഒരു പ്രത്യേകമായ ലോകത്ത് ജീവിച്ചിരുന്ന ആളാ. അമ്പും വില്ലെടുത്ത് നേരം വെളുത്താൽ കാട്ടിലേക്ക് വേട്ടയാടാൻ പോകും. മാനുകളെയോ മുയലിനെയോ പക്ഷികളെയോ വേട്ടയാടി പിടിച്ച് അവിടുന്ന് തന്നെ ശരിയാക്കി ചുട്ടു തിന്ന് ഹംസ വരും. മടങ്ങി വരുമ്പോൾ കഅബന്റെ ചുറ്റുഭാഗത്ത് ഇരുന്നിട്ട് ആൾക്കാർ വർത്താനം പറയുണ്ടാവും. കള്ളൂടിയുടെ വർത്താനം, പെണ്ണുപിടിയുടെ വർത്താനം, വല്യാപ്പാക്ക് ആനണ്ടായിരുന്നു എന്നുള്ള വർത്താനം അതിങ്ങനെ പറയുണ്ടാവും കഅബന്റെ ചുറ്റുഭാഗത്തും. ആ കൂട്ടത്തിൽ കുറച്ചേരം ഇരുന്ന് വർത്താനം പറയും. പെരയെ പോകും, കടന്നുറങ്ങും. രാവിലെ നേരം വെളുത്താൽ അമ്പും വില്ലെടുത്ത് കാട്ടിലേക്ക് പോകും. ഇതാണ് ഹംസയുടെ പ്രത്യേകമായ ലോകം. ഒരു ദിവസം ഹംസ റളിയല്ലാഹു അൻഹു കാട്ടിൽ പോയി വേട്ടയാടി മടങ്ങി വരുമ്പോൾ കഅബന്റെ അടുത്ത് വന്നു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ജദ്ആൻ എന്നു പേരായ ഒരാളുടെ ഒരു അടിമ സ്ത്രീ ഹംസയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഹംസേ എന്തിനാ എന്നെ പറ്റുക ചോദിച്ചു. എന്തിനാണ് ചങ്ങായി എന്നെ പറ്റുകയെന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചു എന്തേ ചോദിച്ചു. എടാ എൻ്റെ കാരണവല അബ്ദുള്ളാൻ്റെ മകൻ മുഹമ്മദിന് അബൂജാഹിൽ എന്തെല്ലാം വർത്താനം അവിടെ ഇരുന്നാണ്ട് പറഞ്ഞത്, എന്തിനാ ജോ കാണാമെന്നും പറഞ്ഞിങ്ങാണ്ട് മീശയും വെച്ചിങ്ങാണ്ട് നടക്കണത് എന്ന് ചോദിച്ചു. ഹംസ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മുഹമ്മദ് അങ്ങോട്ടും പറഞ്ഞില്ല എന്ന് ചോദിച്ചു. ഇല്ല അങ്ങോട്ടൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല ചോദിച്ചു.
ഒന്നും പറഞ്ഞിട്ടില്ല. ആഹാ, അബൂജഹൽ ഇങ്ങനെ അപ്പുറത്ത് വട്ടത്തിൽ ഇരിക്കുന്നുണ്ട്, ലഅനത്തുല്ലാഹി അലൈഹി. അവൻ്റെ ആൾക്കാരും ഉണ്ട്. അടുത്ത് വന്നിട്ട് തോളൊന്ന് വില്ലെടുത്തുങ്ങാണ്ട് തലക്കൊരൊറ്റ അടിയാണ് കൊടുത്തു. ഒന്നുകൂടിയും പറഞ്ഞാടാറുണ്ട്, ഒന്നുകൂടിയും പറയാറുണ്ട്. അതിൽ ഒപ്പമുള്ള ആൾക്കാരൊക്കെ കൂടി ഇങ്ങനെ ഹംസൻ്റെ നേരെ നീച്ചു. അതിൽ അബൂജഹൽ പറഞ്ഞു, അവിടെ അടങ്ങിയിരുന്നോളി, ഞാൻ മയമേനെ ചീത്താറിട്ടുണ്ട്, അതിനുള്ളതാണ് പറഞ്ഞു. മുണ്ടാതിരുന്നോളി പറഞ്ഞു. ഇപ്പം ഒന്നും മുണ്ടാൻ പോണ്ടാറ്. മുഹമ്മദിനെ ചീത്താറിട്ടുണ്ട്, ഞാൻ അതിനുള്ളതാണ് ഇപ്പോൾ കിട്ടിയത്, മുണ്ടാതിരിക്കുകയായിരുന്നു. എല്ലാവരും ഇരുത്തി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പരിങ്ങനെ പെരേക്ക് പോകുമ്പോൾ മൂപ്പരിങ്ങനെ ആലോചിച്ചു, അല്ലേ ഇപ്പം മുഹമ്മദ് പറഞ്ഞതിനിപ്പം എന്താ കുഴപ്പമുള്ളത്? എന്തേപ്പല്ലേ ഓൻ പറഞ്ഞത്? പെണ്ണ് പിടിച്ചണ്ട, കള്ള് പിടിച്ചണ്ട, കക്കണ്ട, ചുറ്റളിക്കണ്ട, പലിശ വാങ്ങണ്ട, ഇതൊക്കെയല്ലേ പറഞ്ഞത്. എന്താ ഇപ്പം ഇതിനൊരു കുഴപ്പം? പെരേക്ക് എത്തുന്നതിൻ്റെ മുമ്പന്നെ മുമ്പൊരു തീരുമാനമായി കുഴപ്പമൊന്നുമില്ല. പെരേക്ക് കയറിയില്ല, നേരെ ഇങ്ങോട്ട് വന്നു. ഇലാ ഹദറത്തി ഹബീബിന റസൂലുള്ളാഹി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, ഞാൻ എൻ്റെ മതത്തിൽ കൂടാണ്, ചൊല്ലിക്കൊണ്ടുവരണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് വന്നു. നബി തങ്ങളുടെ ഏറ്റവും വലിയ പിന്തുണയായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു. ബദർ യുദ്ധം നടക്കുമ്പോൾ ആദ്യം കളത്തിക്കണ്ട് ഇറങ്ങിയത് ഹംസയാണ് റളിയല്ലാഹു അൻഹു. അസ്വദ് നബി തങ്ങളുടെ വെള്ളത്തടാകം പൊളിക്കാൻ വേണ്ടിയിട്ട് വന്നു. അതാണ് ആദ്യം അവിടുന്ന് ഇറങ്ങിയത്, ഫസ്റ്റ് ഇറങ്ങി. അപ്പൊ ഹംസ റളിയല്ലാഹു അൻഹു ഇറങ്ങിയത്. വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി തമ്പിയ സിവദിൽ മാറടാ വള്ളൽ നബി മഹ്മൂദർ ഹൗലിന്ന് വെള്ളം കുടിപ്പവനാരടാ. അതാണ് സയ്യിദുനാ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു. സയ്യിദു ശുഹദാ, ശുഹദാക്കന്മാരുടെ നേതാവ് എന്ന പേര് മഹാനവറുകൾക്കാണ്. ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി. ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി. ഹിന്ദ് എന്ന പേരായ ഒരു പെണ്ണിൻ്റെ പരിശ്രമത്തിന് വഴങ്ങി ഹിന്ദിനെ സ്വന്തമാക്കാൻ വേണ്ടി വഹ്ശി എന്ന ഒരാളായിരുന്നു ഹംസയെ കൊന്നത്. പാറക്കല്ലിൻ്റെ മറവിൽ ഒളിച്ചിരുന്ന് ഹംസ കുനിഞ്ഞു നിൽക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ചാട്ടുളി എറിഞ്ഞു. ഹംസ റളിയല്ലാഹു അൻഹു കൊണ്ടു വീണു. ഓടിച്ചെന്ന അയാൾ നെഞ്ച് കുത്തിക്കീറിയിട്ട് അതിൽ നിന്ന് കരള് വലിച്ച് പുറത്തേക്കെടുത്ത് വായയിലിട്ട് ചവച്ചു തുപ്പി. അങ്ങനെയാണ് ഹംസ വഫാത്താകുന്നത് റളിയല്ലാഹു അൻഹു. അതാണ് ഷഹീദ്. അങ്ങനത്തെ 100 ഷഹീദിൻ്റെ കൂലി ഒരിക്കൽ പള്ളയിലുണ്ടായി പെറ്റാല് അള്ളാഹു പെണ്ണിന് കൊടുക്കുമെന്ന് മുഹമ്മദ് നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം.